ഹായ് നമസ്കാരം. കുറെ നാളായി. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഇന്നാണ് സാധിച്ചത്. നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ചേഞ്ച് ചെയ്താൽ നമ്മളുടെ ഇൻഷുറൻസിലെ പേര്, അതായത് RC ട്രാൻസ്ഷിപ്പ് ചെയ്യാൻ അപേക്ഷിച്ചാൽ നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസിലെ പേര് മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. ഏറെ പേർക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇൻഷുറൻസിൽ ട്രാൻസ്ഫർ നമ്മൾ ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ RC ബുക്ക് കയ്യിൽ കിട്ടിയല്ല, ട്രാൻസ്ഫർഷിപ്പ് നടന്നു കഴിഞ്ഞിട്ട് ഓണർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇൻഷുറൻസിലെ പേര് നമ്മൾ മാറ്റിയിരിക്കണം. പേര് നമ്മുടെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതായത് ഓണർഷിപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വാഹനത്തിനുണ്ടാവുന്ന ഓൺ ഡാമേജ് കവറേജ് ഒരിക്കലും നമുക്ക് ലഭിക്കുന്നതല്ല. വാഹനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരിക്കലും കൂടാണ്ട് CPA കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് എന്ന RC ബുക്ക് ഓണർക്ക് 15 ലക്ഷത്തിന്റെ കവറേജ് ഉണ്ട്. RC ബുക്ക് ഓണർക്ക് അപകടത്തിൽ എന്തെങ്കിലും മരണം, എന്തെങ്കിലും നിർഭാഗ്യവശാൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഈ CPA കവറേജ് കിട്ടുന്നതല്ല. ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് മാറ്റുന്ന കാര്യങ്ങൾ ആളുകൾ ഇപ്പോൾ ചോദിക്കും, ഇപ്പൊ RC ബുക്ക് കയ്യിൽ കിട്ടുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾ എങ്ങനെ മാറും? നമ്മൾ RC ബുക്ക് നമ്മൾക്ക് നേരത്തെ കിട്ടിയാലായിരുന്നു മാറാൻ സാധിക്കും. ഇപ്പോഴത്തെ സെനാരിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ വെഹിക്കിൾ സെയിൽ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ RC ട്രാൻസ്ഫറിനായിട്ട് നമ്മൾ അപേക്ഷിച്ചിരിക്കുന്നതിന്റെ നമ്മൾ പൈസ അടയ്ക്കുമല്ലോ, അതിന്റെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പേര് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കാരണം ഓൺലൈനിൽ നമുക്ക് മാസങ്ങളോളം നമ്മൾ ചെക്ക് ചെയ്താലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അത് കാരണം നമ്മളുടെ കയ്യിൽ RC ബുക്ക് ഇല്ല. RC ബുക്ക് നമ്മൾ സറണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ക്ലെയിം ഒരിക്കലും കിട്ടില്ല. പിന്നെ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കുണ്ടാവുന്ന ചെലവുകൾ, നമ്മുടെ ട്രാൻസ്ഫർ ഫീസ് ഓരോ കമ്പനികൾക്കും ഓണർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഓണർ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെതായ ചാർജ്, നോമിനൽ ആയിട്ടുള്ള ചാർജ് 100 രൂപയ്ക്ക് താഴെ 60 രൂപ ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ വണ്ടിയുടെ ഫുൾ കവർ ഇൻഷുറൻസസ് ആണെങ്കിൽ, അതായത് ബമ്പർ ടു ബമ്പറോ ഫുൾ കവറോ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോളിസികളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നോ ക്ലെയിം ബോണസ്, വണ്ടിക്ക് ആ വാഹനത്തിന് മുന്നത്തെ വർഷം പഴയ RC ഓണർക്ക് നോ ക്ലെയിം ബോണസിന്റെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, ചില ആളുകൾ പുതിയ വാഹനം വാങ്ങുന്ന സന്ദർഭത്തിൽ അത് സറണ്ടർ ചെയ്തിട്ട് NCB സർട്ടിഫിക്കറ്റ് വാങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മാത്രം ട്രാൻസ്ഫർ ഫീ മാത്രം അടച്ചാൽ മതി. അല്ലാത്ത പക്ഷം നോ ക്ലെയിം ബോണസ് കൂടി നമ്മൾ അടച്ചിട്ട് വേണം നമ്മൾ ഈ പോളിസി നമ്മൾ പേര് മാറ്റാനായിട്ട്. നിർബന്ധമായിട്ടും എല്ലാവരും തന്നെ മാറ്റിയിരിക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടായി. ഇതേപോലെ ആക്സിഡന്റ്, വലിയൊരു എമൗണ്ട് ആണ് അദ്ദേഹത്തിന് ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിർഭാഗ്യവശാൽ. അപ്പോൾ ആർക്കും തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ. എല്ലാവരും തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻഷുറൻസിൽ നിങ്ങളുടെ വാഹനത്തിന്റെ പേര് മാത്രമല്ല, ഇൻഷുറൻസിൽ നിങ്ങൾ പേര് മാറ്റിയിരിക്കുക. ഭാവിയിൽ ആർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.